വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഓണത്തിൻ്റെ തലേദിവസമാണ്, ഉത്രാടപ്പാച്ചിലാണ്. അപ്പോൾ നമുക്കിന്ന് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ചിന്ന ഞങ്ങളിത് പൂ വാങ്ങിക്കാനായിട്ട് ഇവിടെ ഒരു പൂക്കടയിൽ വന്നേക്കാണ് കേട്ടോ. ഇവിടെ എന്താ പറയുക, പൂജ കട പോലത്തെ കടയെന്ന് തോന്നണേ. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. പൂക്കളൊന്നും മാത്രം ഉണ്ടായില്ല. അവിടെ ഞങ്ങളവിടെ തിരിച്ചു പോകുന്നു. പൂവെല്ലാം കഴിഞ്ഞു. ഭയങ്കര ക്യൂ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ. അത്ര തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് 2 ദിവസം മുമ്പേ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെക്കേണ്ടതായിരുന്നു തോന്നുന്നുണ്ടായിരുന്നു. കാരണം പൂ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു. വേറൊരു സ്ഥലത്ത് കടയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അവിടെ സദ്യ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ചടങ്ങി പഴം തോന്നുന്നു. ഇവിടെ ഭയങ്കര തിരക്കാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ് ഇവിടെ. ഭയങ്കര ബ്ലോക്കായിരുന്നു പോകാൻ വഴിക്കും. അവിടെ പൂവൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങളിത് ഓരോരുത്തർ നാളത്തേക്കുള്ള സദ്യ ഒരുക്കണ തിരക്കിലാണ് ഒരു സ്ഥലത്ത്. അപ്പം ഞങ്ങളൊരു പഴം പഴം ഞാൻ ചിരി തന്നായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ പൂ കിട്ടാണ്ട് ഞങ്ങൾ തേരാപ്പാര നടക്കാം ഗേസ്. ഇവിടെ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല. ഇന്നലെ വാങ്ങിച്ചു വെക്കായിരുന്നു. ഞങ്ങൾ ഇന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നടന്നത്. എല്ലാവരും നല്ല തിരക്ക്. എല്ലാം കഴിഞ്ഞു. എല്ലാവരും തിരിച്ചു പോയി പൂ കിട്ടാണ്ടൊക്കെ. നമുക്ക് ഇനി വേറെ കടയിൽ പോവാം. ലാസ്റ്റ് ഞങ്ങൾക്കൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പൂ കിട്ടിയിട്ടോ. ഞാൻ ഉദ്ദേശിച്ച തരത്തിലുള്ള പൂക്കളൊക്കെ കിട്ടി. ഹാപ്പിയായി. ഞങ്ങൾക്ക് പൂവൊക്കെ കിട്ടി. ഞങ്ങളതേ വീടെത്തി. നമ്മൾ ആദ്യം പോയ സ്ഥലത്തുനിന്ന് പൂ എന്താ പറയുക, എല്ലാം കഴിഞ്ഞു. നല്ല തിരക്കായിരുന്നു അവിടെ. വീഴും മോനെ. നല്ല തിരക്കായിരുന്നു. അവിടെ ഞങ്ങൾ അവിടുത്തെ ആള് വേറൊരു കട ഉണ്ടെന്നുണ്ട്. ഞങ്ങൾ അവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിച്ചു. എനിക്ക് കാരണം നാളെ സിജോയുടെ ഉണ്ടാവില്ല. സിജോന് നാളെ ദുബായിൽ ഓഫീസിൽ ഓണ സെലിബ്രേഷനാണ്. അപ്പോൾ അത് കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഓണം ആഘോഷിക്കുന്നത്. എന്നുവെച്ചാൽ ഞാൻ മുമ്പൊക്കെ ഞങ്ങളുടെ ഓണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര ആഘോഷവും ഭയങ്കര എന്താ പറയുക, രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഉള്ള ആഘോഷങ്ങളായിരുന്നു. ഓരോ മത്സരങ്ങൾ, ഡാൻസ് പരിപാടി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ എല്ലാവരും ഓണം ഞാൻ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ നാളെ ഒറ്റയ്ക്കാവുന്ന ഒരു ഓണം തന്നെ. ചുണ്ടപ്പം ഉണ്ടാവും. അതിന് കല്യാണം കഴിഞ്ഞിട്ട് ഇതൊരു ഞാനിവിടെ ഒരുമിച്ച് ഓണം ആഘോഷിച്ചിട്ടില്ല. ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ട്, ന്യൂ ഇയറിന് ഉണ്ടായിട്ടുണ്ട്, ഓണത്തിന് അതിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ വരുമ്പോൾ ഇവളുണ്ടായിട്ട് ഒരുമിച്ച് ആഘോഷിക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പറ്റില്ല, അവിടെ പോവാണ്ട് പറ്റിയില്ലല്ലോ. അപ്പോൾ സാധാരണ എല്ലായിടത്തും നമ്മളിങ്ങനെ ഓണത്തിന് മുമ്പൊക്കെയാണല്ലോ എല്ലായിടത്തും, കോളേജുകളിലായാലും സ്കൂളിലായാലും എല്ലായിടത്തും മുമ്പുള്ള ആഘോഷിക്കുക. അപ്പം ഞാൻ ഇത് അങ്ങനെ ഇരിക്കുക. ഓണത്തിനോട് ഉണ്ടാവും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, കാരണം വെള്ളിയാഴ്ച വയ്ക്കുന്നതിൽ ഓഫല്ല, വെള്ളിയാഴ്ച വർക്കിംഗ് ഡേ ആയിരിക്കും, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവും എന്ന് വിചാരിച്ചു. കോഴിക്കോളിലില്ല. അപ്പം ഞാൻ എന്താ ഇപ്പോൾ സദ്യ വെക്കാന്നൊക്കെ വിചാരിച്ചത്. ഞാൻ തന്നെ വെക്കാം, നമുക്ക് ഒരുമിച്ച് കഴിക്കാന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പം ഇനിയിപ്പോൾ സദ്യ വെക്കണില്ല. ഞാൻ ഒരാൾക്ക് മാത്രമായിട്ട് നമ്മൾ വെച്ചുണ്ടാക്കുന്ന സുഖമില്ല. അപ്പം ഞാൻ വെക്കണമെന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിജ പുറത്ത് സദ്യ വരണം പറയും. ഇവൾക്ക് എനിക്കും അവൾക്ക് ഒരെണ്ണം പറയും. സിജു അപ്പോൾ രാവിലെ അങ്ങോട്ട് പോവും. അപ്പം ഞാൻ കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചു. ഞാൻ പൂക്കളൊക്കെ ഇടാമെന്ന് വെച്ചു. കാരണം എനിക്ക് ഓണാന്ന് എനിക്ക് തോന്നണ്ടേ. അത് കാരണം നല്ലൊരു വിഷമം. ഒറ്റയ്ക്ക് ആയിപ്പോൾ ഒരു ഇല്ലാത്ത കാരണം ഒരു വിഷമമുണ്ട്. അതൊന്നും കുഴപ്പമില്ല, പോയിട്ട് പറ്റി. പിന്നെ ഇന്ന് അവളായിട്ടൊരു ഡ്രസ്സില്ല. അതാണ് ഞങ്ങൾ അവൾക്ക് എടുത്ത് ഓണക്കോടിയിട്ടാണ്. അതിനിപ്പോൾ നാളെ ഞാൻ അതിട്ട് നമ്മൾ എവിടേക്കും പോകണമൊന്നുമില്ലല്ലോ. ഓക്സിജൻ ഉണ്ടെങ്കിൽ പുറത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് എവിടേക്കും പോകണില്ല. അപ്പോൾ അത് കാരണം പിന്നെ ഇന്ന് പൂവൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ അങ്ങനെ ഇരിക്കുന്നുള്ളൂ. പിന്നെ അവൾക്ക് ഞങ്ങൾ വേറെ കുറേ ഡ്രസ്സ് വന്ന് തരുന്നതാണ്. ഇതൊക്കെ വീട്ടിലിടാനായിട്ട് ഓണക്കോഴി എടുക്കാൻ പോയി ഇപ്പോൾ അവൾക്ക് വാങ്ങിച്ചതാണ്. എടുക്കാൻ പിന്നെ ഇത് ട്രൗസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, അതൊക്കെ വാങ്ങിച്ചതാണ്. ചുണ്ടപ്പഴ കുറേ ഓണക്കോടികളുണ്ട്. പിന്നെ ഇതാണ് അവൾ മെയിനായിട്ട് നമ്മൾ നല്ല ഡ്രസ്സ്.
വൈറ്റ് ഉടുപ്പാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ പുറത്ത് കോട്ട് പോലെയുണ്ട്. ഇത് മാറ്റിയാലും നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. വൈറ്റ് മാത്രമായിട്ട് ഉടുപ്പായിട്ട് ഇരിക്കാൻ പറ്റും. ഇത് ഞങ്ങൾ വാങ്ങിക്കാൻ പോയ സമയത്ത് അവിടെ എനിക്ക് പട്ടുപാടും ബ്ലൗസ് ഓണത്തിന് നമ്മൾ അങ്ങനത്തെ അല്ലേ ഡ്രസ്സ് ഇടാം. അപ്പം അത് എടുക്കണമെന്നുണ്ടായി. അപ്പം അന്ന് ഉണ്ടായില്ല. പിന്നെ ഞങ്ങള് അന്ന് സിനിമയ്ക്ക് പോയ സമയത്താണ് അവിടെ മാളിയിൽ കണ്ടത്. അപ്പൊ ഇത് ഇടിച്ചു. അപ്പൊ അങ്ങനെ ഇന്ന് എനിക്ക് ഇന്നത്തെ അത്ര ഉറക്കമില്ല. കാരണം ഇന്ന് പൂക്കളിടണം, പൂ അരിയണം. ചുജോനെ ഇനിയിപ്പോൾ നാളെ വണ്ടി ഓടിച്ച് പോകണാണ്. ഇപ്പൊ ഉറങ്ങാണ്ട് ഇതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം കുറച്ച് പൂവുണ്ട്, അത് അരിയണം. ഇടലൊക്കെ ഒറ്റയ്ക്ക് തന്നെ എന്തായാലും ഇടും ഞാൻ. ഉറക്കി. പിന്നെ എനിക്ക് പായസം ഞാൻ ഇവിടെ എന്തെങ്കിലും വെക്കാൻ വെച്ചു. കാരണം പാലട മിക്സ് ഈ മുമ്പേ വാങ്ങിച്ചു. സദ്യ ഞാൻ ഉണ്ടാക്കും. അപ്പൊ പച്ചക്കറി തലേദിവസമൊക്കെ പോയിട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ പായസം കൂടി ഞാൻ നേരത്തെ വാങ്ങിച്ചു. പച്ചക്കറി നേരത്തെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പോയതേ. അപ്പൊ പിന്നെ ചീഞ്ഞ് പോയില്ലേ. അപ്പൊ ഞാൻ തലേദിവസമൊക്കെ പോയിട്ടൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചേ. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു ഇത് വന്ന കാരണം ഇപ്പോ സദ്യ വെക്കുന്നില്ലല്ലോ. അപ്പൊ എന്തായാലും പായസം കൂടി വാങ്ങിക്കുകയും ചെയ്തു. അപ്പൊ പാലട പായസം. അപ്പൊ അതെന്തായാലും വെച്ചിട്ട് അപ്പുറത്തെ റൂമിലത്തെ ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാന്ന് വെച്ചിട്ട് നമ്മള് വീട്ടിലാണെങ്കിൽ നമ്മളെല്ലാം ഒരുമിച്ച് നല്ല സദ്യ കഴിക്കുക. അപ്പൊ നമ്മുടെ ബന്ധുക്കാരുടെ വീടൊക്കെ വീട്ടില്ലേ. ഇപ്പം ഇവിടെ എനിക്ക് അങ്ങനെ ഞാൻ ഒറ്റയ്ക്കല്ല. അപ്പം ഞാൻ സദ്യയൊക്കെ പായസം ഉണ്ടാക്കിയിട്ട് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വെറുതെ രസം. അവർ പുറത്തുനിന്ന് എങ്ങനെ സദ്യ കഴിക്കണമെന്ന് എന്നൊക്കെ പറഞ്ഞു. ചുമ്മാ കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ റൂമുകാരായിട്ടും ഞാൻ എല്ലാവരും സംസാരിക്കാം. ഇവിടുത്തെ എല്ലാ റൂമുകാരായിട്ടും കമ്പനിയൊന്നല്ല സംസാരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും നമുക്ക് വെച്ചോളാൻ കഴിയില്ല. അപ്പം തൊട്ടടുത്ത റൂമിലത്തെ അവർക്ക് മാത്രം കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇപ്പുറത്തെ സൈഡിൽ റൂമിലുണ്ട്. ആ ചേച്ചിക്ക് നാളെയാണ് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പൊ നാളെ അവർക്ക് ഭാവി ഉണ്ടാവും. അപ്പൊ അവള് ഇവള് കൂട്ടുകാരൻ ഉണ്ട്. അപ്പൊ അവര് ഹോസ്പിറ്റലിൽ പോയിക്കോട് ആരും ഇല്ല. ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് അവിടെ ഇല്ല. അവര് ഹോസ്പിറ്റലിൽ പോയപ്പോ. അപ്പോ അങ്ങനെയാണ് ഇക്കൊല്ലത്തെ ഓണം. അങ്ങനെയാണ്. പിന്നെ ഇക്കൊല്ലം ഓണം എനിക്കങ്ങനെ ഇല്ല. എന്റെ വില്ലിച്ചിന്റെ മകൻ വെച്ചാൽ വാലായ്മയാണ്. അപ്പൊ ഓണം ഇല്ല. പക്ഷെ കൊച്ചിന് അവൾക്കൊരു ഇതിന് ഇലയൊക്കെ വെച്ച് ഭക്ഷണം സിജോ അങ്ങനെ കുഴപ്പമില്ലല്ലോ. എനിക്ക് മാത്രല്ലേ. അപ്പൊ അതാണ് ഞാൻ ഇക്കൊല്ലം ഓണക്കൊടിയൊന്നും ഞാൻ എടുത്തുന്നില്ല. അത് എല്ലാ കൊല്ലം എടുക്കാറുണ്ട്. ഈ കൊല്ലം എടുത്തില്ല. എനിക്ക് എന്തെങ്കിലും വിഷുവിന് മുമ്പ് അല്ല, സിജോ കഴിഞ്ഞ ലീവിന് വന്നപ്പോ എടുത്ത ഡ്രസ്സാണ് കേട്ടോ. ഇതാണ് ഞാൻ നാളെ ഇടാന്ന് വിചാരിച്ച ഡ്രസ്സായിരുന്നു. ഇത് ഞാൻ നാളെ ഇടാന്ന് വെച്ച ഡ്രസ്സായിരുന്നു. പിന്നെ നാളെ വെറുതെ ഇവിടെ ഇരിക്കല്ലേ. അപ്പൊ അത് കാരണം ഞാനത് ഇന്നെടുത്ത് ഇട്ടുന്നുള്ളൂ. നാളേക്ക് ഞാൻ വേറെ ഡ്രസ്സ് വെച്ചിരുന്നത്. അതാണ് ഈ ഭയങ്കര ടൈറ്റ്. അപ്പൊ അത് എനിക്ക് ഇടാൻ പറ്റില്ല. അപ്പൊ മിക്കവാറും നാളെ ഇത് തന്നെ ഞാൻ ഇട്ടിരിക്കുക. ചിലപ്പോൾ ഇട്ടിരിക്കാൻ തന്നെ പൂക്കളൊക്കെ ഇടുമ്പോൾ ഒരു സന്തോഷം. ഓണാന്ന് എനിക്ക് അറിയിക്കുക. എനിക്ക് തോന്നാൻ വേണ്ടി ഞാൻ തന്നെ ചെയ്യണ ഒരു പരിപാടികളാണ്. അങ്ങനെ എന്താ പറയുക, ഇവിടെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഞാൻ കുറേ നേരം ഇവിടുന്ന് പോയിട്ട് പൂക്കളൊന്നും കിട്ടിയില്ല. എല്ലാവരും നേരത്തെ ഒക്കെ വാങ്ങിച്ചു വെച്ചു. പിന്നെ സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്ക് എന്തൊരു ഓണമെന്ന് പറയാൻ അടുത്തൂടെ പോകുമ്പോൾ ഒരു കൗണ്ടർ ഇട്ടിട്ട് അവിടെ നാളേക്കുള്ള സാധനം ഇപ്പോഴേ തുടങ്ങി പാക്ക് ചെയ്യുന്നു. ഞാൻ നേരത്തെ അവർക്ക് പഴം തന്നിരുന്നത് അവിടുത്തെ ഒരു ചേർന്നാണ് കണ്ടപ്പോൾ പഴം കൊടുത്തു. അപ്പം അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഓണം ഓണത്തിൽ തലേദിവസമാണ്. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. ഇതുകൊണ്ട് ഞങ്ങള് വേറൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. അത് മുമ്പേ ബുക്ക് ചെയ്താട്ടോ. അത് കാണാം. അത് കാരണം ഞാൻ പിന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. ചേട്ടൻ പിന്നെ നാളെ പോയിട്ടേട്ടെ. മറ്റൊന്ന് ഞങ്ങളുടെ ഓണം അടിച്ചു പൊളിക്കും. ഡെസേർട്ട് സവാരി പോകുന്നുണ്ട്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. പോണെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല. കാരണം നടക്കില്ല നമുക്കറിയായിരുന്നു. എൻ്റെ ജന്മത്തിന് ഞാൻ വരുന്നില്ല. ഡെസേർട്ട് സവാരി ഇങ്ങനെ ബില്ലി ഡാൻസ് പിന്നെ ഓട്ടത്തിന് പുറത്തൊക്കെ ഇങ്ങനെ. അപ്പൊ ഞാൻ ആഗ്രഹിച്ചില്ല. കാരണം നടക്കില്ല എന്നറിയായിരുന്നു. ആഗ്രഹിച്ചിട്ട് പോയില്ലേ പോണം. അവന് ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. സുജാത ആഗ്രഹമായിരുന്നു പോകണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ സുജാത എന്നോട് ബുക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകണമെന്നുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വ്ളോഗിൽ ഞാൻ കാണിച്ചത്. അപ്പോൾ ഓക്കെ. അപ്പം ഞാൻ പൂക്കളൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി ഇവൾക്ക് ചോറ് കൊടുത്ത് നേരത്തെ എടുത്ത് ഓടണം. അരിയാനൊക്കെ നിൽക്കാനായിട്ട്. ബൈ. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. ഓണപരിപാടി ഗൈസ്. എനിക്ക് മാത്രം നാളെ ഓണമില്ല ഗൈസ്. ഞാൻ ഇങ്ങനെ വെറുതെ ഒറ്റയ്ക്ക്
അടിച്ചോടിച്ചില്ലാവാം. ഞാനങ്ങനെ ഈ പൂവൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കേണ്ട അതിൻ്റെ ഇടയിൽ ഞാൻ പണ്ടത്തെ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് സുജാണ്ട് അങ്ങനെ പറയുമായിരുന്നു. പണ്ട് ഞങ്ങൾ നേരത്തെ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി, പിന്നെ അവിടെ ഞങ്ങളുടെ നാട്ടിലത്തെ ഓണാഘോഷം പരിപാടികൾ ഡാൻസ് അങ്ങനെയൊക്കെ പോയി അതിൻ്റെയൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പൂവൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒക്കെ അരിഞ്ഞ് വെക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളുപ്പിനെ എണീറ്റ് പിന്നെ ഇട്ടാൽ മതി എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനങ്ങനെ കുറച്ചുള്ളൂ, അത് കാരണം പിന്നെ വേഗം തീരുന്നുണ്ട്. നല്ല കുഞ്ഞായിട്ട് അരിയണമൊന്നുമില്ല കേട്ടോ, വേഗം കട്ട് ചെയ്താൽ ഇടാണ് കേട്ടോ. കാരണം ചുണ്ടപ്പം നല്ല ഉറക്കമാണ്, അവൾ എണീക്കാനായിട്ട് മുമ്പ് ഇതൊക്കെ അരിഞ്ഞാലാണ് ശരിയാവുള്ളൂ. അങ്ങനെ നമുക്ക് ഏകദേശം പൂവൊക്കെ അരിഞ്ഞ് കഴിയാറായി. രാത്രി 12 മണി ഞങ്ങൾ പൂക്കളും വരയ്ക്കാൻ പോകണം. ഞാൻ സുജന അങ്ങനെ പൂക്കളിടാനായിട്ട് ഇതേ പുറത്തേക്ക് വന്നേക്കാൻ കേട്ടോ. ഇവിടെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അപ്പം ഞാൻ പടമൊക്കെ വരയ്ക്കാണ് സിജോനാണ് വീട്ടിലെടുക്കണത്. സിജോനും കിടന്നിട്ടുണ്ടായില്ല. നാളെ നേരത്തെ പോകണം, എന്നാലും എൻ്റെ കൂടെ കുറച്ചൊരു ഹെൽപ്പ് ചെയ്യാനൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പടമൊക്കെ വരച്ചു. അപ്പോൾ തലേദിവസം വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം ഇട്ടാൽ മതിയല്ലോ. വരച്ച് കഴിഞ്ഞു. സമയം ഒരുപാടായി, 2 മണി എങ്ങാണ്ടായി തോന്നുന്നു. ചുണ്ടപ്പം നല്ല ഉറക്കമാണ്. അപ്പം ഞങ്ങൾ ഇനി വെളുപ്പിനെ ഇട്ടിട്ട് വേണം ബാക്കി ഇടാനായിട്ട്. ഇവിടെ ഇപ്പോൾ സമയം വെളുപ്പിന് ഒരു 4:45 ഞാനിപ്പോൾ പൂവിടാനായിട്ട് തുടങ്ങുകയാണ്. ഇടണത് ശരിക്കും എനിക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് കാരണം വേഗം ഇട്ട കാരണം വേണ്ടിയിട്ട് ഈ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പൂക്കളം. കുഴപ്പമൊന്നുമില്ല, എല്ലാവരും കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അങ്ങനെ ഇത് പൂക്കളിട്ട് കഴിഞ്ഞു. അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇടയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. പഴമൊക്കെ പുഴുങ്ങി, പിന്നെ പുട്ട് ഉണ്ടാക്കി, ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ച്. പക്ഷേ ടൈം കിട്ടില്ല. പായസം ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ട്. ഇത് ചുണ്ടുള്ള ചായ ആറ്റിക്കൊണ്ടിരിക്കുകയാണ് അവൾ ഇനിറ്റു അതിൻ്റെ ഇടയ്ക്ക്. ഇത് കഴിഞ്ഞിട്ട് ഇനി പായസം ഉണ്ടാക്കാനായിട്ട്. ഞങ്ങളുടെ അപ്പുറത്തെ റൂമിലെ ആ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അതിന് ഉണ്ണി ഉണ്ടായിരുന്നു 12 മണിക്ക്. അപ്പോൾ ഞാൻ പൂക്കളം ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ആ വെളുപ്പിന് നിൽക്കുമ്പോൾ അവിടുത്തെ ആ ചേച്ചിയുടെ അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ പറഞ്ഞു 12 മണിക്കാന്ന് പറഞ്ഞ് പ്രസവിച്ച് ആൺകുട്ടിയാണ്. അപ്പോൾ ആ ചേട്ടൻ ഹോസ്പിറ്റലിലാണ്. ആള് ചേച്ചിയുടെ മോനുണ്ട്, ചുണ്ടുവിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി പോയിട്ട്. ആളും ചേച്ചിയുടെ അമ്മയും പോയിട്ടില്ലായിരുന്നു. ഇന്ന് തന്നെ വരുന്നു പറഞ്ഞു. അപ്പോൾ അവന് വെച്ച് പായസം ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഉണ്ടാക്കണ്ട, അപ്പോൾ അവനും കൂടി കൊടുക്കണം. പിന്നെ അപ്പുറത്തെ റൂമിൽ ഒരാൾ ചേച്ചിയുണ്ട്, അവർക്കും കൊടുക്കണം. അങ്ങനെ ഞങ്ങളങ്ങനെ ഇവിടെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ, ഞങ്ങളുടെ വില്ലയുടെ. ചുണ്ടപ്പ ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം പറ. പറ ഹാപ്പി ഓണം എന്ന് പറ. പിന്നെ പറഞ്ഞില്ലേ ചുണ്ടപ്പ്. ഇപ്പോൾ എനിക്കുള്ളൂ, എനിക്കിട്ട് വാശി പിടിച്ചിട്ട് സുജോടെ പുറത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിരുത്തിയതാ. ആ കൊച്ചുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ മോളിലെ നെയ്ബേഴ്സൊക്കെ അവർ ഇടിക്ക് പോയി ദുബായിക്ക്. ദുബായിക്ക് പോയി, അനിയൻ്റെ വീട്ടിൽ എല്ലാവരും പോയി. ഞാനിങ്ങനെ ഒറ്റയ്ക്ക്. സിജോ ചേട്ടൻ ഇപ്പോൾ പോകും ദുബായിൽ. ഞാനും ചുണ്ടിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാണ്. അപ്പം അത് പറഞ്ഞാൽ മതിയല്ലോ. കൊച്ചു നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഷള്ളപ്പോട്ട് ചുണ്ടിനെ കളിയാക്കാനുള്ള ഷള്ളപ്പോട്ട്. ഹാപ്പി സിജോടെ എന്നിട്ട് ഓണസദ്യ വാങ്ങിക്കാൻ വന്നേക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് സിജോ തിരിച്ച് ദുബായിലേക്ക് പോവും. അങ്ങനെ സിജോനൊക്കെ ദുബായിലേക്ക് പോയി. അവൾ കിടന്ന് ഉറങ്ങി. അപ്പോൾ ഈ പായസം വെക്കാനുള്ള തിരക്കിലാണ്. അവൾ ഉറങ്ങി ഇരിക്കുന്നതിന് മുമ്പ് പായസം വെച്ചാലാണ് അത് കഴിയുള്ളൂ. ഇല്ലെങ്കിൽ അവൾ ഇരിട്ട് കഴിഞ്ഞപ്പോൾ സമ്മതിക്കില്ല. അപ്പം ഞാൻ പായസമൊക്കെ റെഡിയാക്കിയിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം റെഡിയാക്കണം കേട്ടോ. പാലട പായസമാണ് വെക്കുന്നത്. ഇപ്പോൾ ഒരുവിധമായി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോ ഗ്ലാസ് വീതമുണ്ട് ഓരോ റൂമിലേക്ക് കൊടുക്കണത്. കാരണം നമുക്ക് ക്വാണ്ടിറ്റി കുറക്കാൻ പറ്റും. കാരണം എല്ലാവർക്കും കൊടുക്കേണ്ടതല്ല. അപ്പോൾ ഓരോ ഗ്ലാസ് വീതം ഓരോ റൂമിലേക്കായിട്ട് കൊടുക്കാൻ പോവാണ്.
പിന്നെ ഇത് അവൾ ഇറങ്ങിയപ്പോൾ ഞാൻ അവൾക്കൊരു പൊട്ടൊക്കെ തൊടിയിച്ച് കൊടുത്ത് കണ്ണൊക്കെ എഴുതിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കുന്ന കാരണം അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെറിയ പൊട്ടൊക്കെ തൊട്ട് കൊടുത്തു. ആളിപ്പോൾ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ കേട്ടോ സന്ധ്യയാക്കി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. ഇതാണ് കേട്ടോ സദ്യ ഞങ്ങൾ വാങ്ങിച്ചതിൽ എല്ലാ തരം ഉണ്ട്. ശരിക്കും 32 കറിയുണ്ട്. 32 ഫുഡടക്കം ചോറടക്കമാണ് 32 തരം അങ്ങനെയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അവളതിൻ്റെ ഇടയ്ക്ക് എന്തോ ചവിട്ടാനൊക്കെ വരാണ് കേട്ടോ ഫുഡ് വെച്ചിട്ട് കണ്ടു. ഇത്രയാണ് ഇതൊക്കെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ വിളമ്പാന്ന് പറഞ്ഞതൊരു ചടങ്ങാണ്. അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്കുള്ള ഞങ്ങളുടെ സദ്യ കഴിക്കുകയാണ് കേട്ടോ ഇത്തവണത്തെ. ഞാൻ ശരിക്കും സദ്യയൊക്കെ ഉണ്ടാക്കി തലേദിവസമൊക്കെ ഉണ്ടാക്കി വെച്ച് ഒരുമിച്ചിരുന്ന് കഴിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷെ നടന്നില്ല. സത്യം പറഞ്ഞാൽ സദ്യ ഞാൻ ഫുള്ളായിട്ട് കഴിച്ചുമില്ല. തീരെ വിശപ്പുണ്ടായിരുന്നില്ല. ചേട്ടൻ തിരിച്ചു വന്നു ഗൈസ്. അവിടുത്തെ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞു. അതെ ഞങ്ങളോട് കഥകളി കഥകളി അങ്ങനെ ഞങ്ങൾ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.